ശ്രീശാസ്ത എന്നൊരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഒരിക്കൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കാൻ നേർച്ച പറഞ്ഞിരുന്നു. ഉടയ്ക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പോറ്റി പറഞ്ഞത് പുരുഷന്മാരോ പ്രായമായ സ്ത്രീകളോ നാളികേരം ഉടച്ചാൽ മതിയെന്നാണ്. പിന്നെ എൻ്റെ നാളികേരം അവിടെ നിന്ന ഒരു ചേട്ടനെ കൊണ്ടാണ് ഉടപ്പിച്ചത്. എന്താവും അങ്ങനെ പറഞ്ഞത്? ഇതിനു മുൻപ് മറ്റു ക്ഷേത്രങ്ങളിൽ ഞാൻ നാളികേരം ഉടച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ നാളികേരം ഉടയ്ക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. പണ്ടുള്ളവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പോറ്റിക്ക് ഈ കാര്യം അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കേട്ടോ. സ്ത്രീകളെ കൊണ്ട് നാളികേരം ഉടപ്പിക്കാനായിട്ട് പാടില്ല, പുരുഷന്മാരാണ് നാളികേരം ഉടയ്ക്കാറുള്ളത്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വമൊക്കെ വന്നതുകൊണ്ട് രണ്ടുപേരും നാളികേരം ഉടയ്ക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ചെയ്യാനായിട്ട് പാടില്ല, സ്ത്രീകൾ നാളികേരം ഉടയ്ക്കാനായിട്ട് പാടില്ല. സാധാരണ എവിടേക്ക് നാളികേരം ഉടയ്ക്കാറുള്ളത്? ഒന്നുകിൽ ഗണപതിക്ക് മുന്നിലായിട്ടാണ് ഉടയ്ക്കുക, അല്ലെങ്കിൽ അയ്യപ്പന് മുന്നിൽ നാളികേരം ഉടയ്ക്കാറുണ്ട്. അത് പാടില്ല എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അതല്ലാതെ ഇപ്പോൾ വീട്ടിലുടയ്ക്കാനായിട്ട് പാടുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. വീട്ടിലുടയ്ക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാളികേരം കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനായിട്ട് നാളികേരം പൊതിച്ചിട്ട് ഉടയ്ക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുപോലും സ്ത്രീകൾ ചെയ്യാറില്ല. പണ്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പറയണത്. അതുപോലും സ്ത്രീകൾ ചെയ്യാറില്ല. പുരുഷന്മാർ അങ്ങനെ ഉടച്ച് വെച്ചിട്ട് പോകുകയാണ് പതിവ്. എന്നിട്ട് സ്ത്രീകളെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സ്ത്രീകൾ നാളികേരം ഉടയ്ക്കാറില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും രാത്രി വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് അയ്യപ്പനെ നാളികേരം ഉടയ്ക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ആ സമയത്ത് സ്ത്രീകൾ നാളികേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ ഉടയ്ക്കാനായിട്ട് സമ്മതിക്കില്ല. അവിടെ പ്രവൃത്തി ചെയ്യുന്ന മറ്റുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവരാണ് അവരുടെ കയ്യിൽ നിന്ന്, സ്ത്രീകളുടെ കയ്യിൽ നിന്ന് നാളികേരം വാങ്ങിയിട്ട് അയ്യപ്പന് മുന്നിൽ ഉടയ്ക്കാറുള്ളത്. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം ഗുരുവായൂരും ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ പൊതുവെ നാളികേരം ഉടയ്ക്കാറില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ നാളികേരത്തിൻ്റെ ഉള്ളിൽ അത്രയധികം ഊർജ്ജമുണ്ട്. അപ്പോൾ ഇത് ഉടയ്ക്കുന്ന സമയത്ത് ആ ഊർജ്ജം പുറത്തേക്ക് വരും. അതൊരു സ്ത്രീയുടെ ശരീരത്തിനെ താങ്ങാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നിലവിളക്കിൻ്റെ കാര്യം നമ്മൾ പറയാറില്ലേ? നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഊർജ്ജത്തിൻ്റെ പ്രവാഹം അത് ഭൂമി ദേവിക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് തട്ടിൽ വെക്കണം അല്ലെങ്കിൽ പീഠത്തിൽ വെക്കണം. ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം. അതേപോലുള്ള ഒരു സങ്കല്പമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു കാരണമായിട്ട് പറയണത്. ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പൊതുവിലെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾ പൊതുവെ നാളികേരം ഉടയ്ക്കാറില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോറ്റി പറഞ്ഞ കാര്യവും ശരിയാണ് കേട്ടോ.